ഗുജറാത്തിലെ രാജ്കോട്ട് ജില്ലയിലുള്ള ഗോണ്ടൽ താലൂക്കിലെ ഗുണ്ടാല ഗ്രാമത്തിൽ 23 വയസ്സുകാരനായ യുവാവിനെ മാതാപിതാക്കൾ ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തയുടെ ഞെട്ടലിലാണ് പ്രദേശം മുഴുവൻ ഇപ്പോഴുള്ളത്. റാം ബാബുഭായ് ബംബാവ എന്ന 23-കാരനാണ് മാതാപിതാക്കളുടെ ക്രൂരതയ്ക്ക് ഇരയായി ജീവൻ വെടിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിന്റെ പിതാവ് ബാബുഭായ്, മാതാവ് മനീഷ ബെൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട റാം ബാബുഭായ് ബംബാവ കടുത്ത മദ്യാസക്തിക്ക് അടിമയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഗുജറാത്ത് പോലുള്ള സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരാൾ കടുത്ത മദ്യപാനിയായി മാറിയതും അതിനായി പണം കണ്ടെത്തിയിരുന്നതും കുടുംബത്തിൽ വലിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിരുന്നു. മദ്യപിച്ചെത്തി വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാക്കുന്നത് റാമിന്റെ പതിവായിരുന്നു. ഇതേ ചൊല്ലി മാതാപിതാക്കളുമായി ഇയാൾ സ്ഥിരമായി തർക്കത്തിൽ ഏർപ്പെടുകയും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ജൂൺ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്നും പതിവ് പോലെ മദ്യപിച്ചതിനെ ചൊല്ലി റാമും മാതാപിതാക്കളും തമ്മിൽ കടുത്ത വാക്തർക്കമുണ്ടായി. തർക്കം കൈവിട്ടുപോയ സാഹചര്യത്തിലാണ് മാതാപിതാക്കൾ ചേർന്ന് മകനെ വകവരുത്താൻ ആസൂത്രിതമായി തീരുമാനിച്ചത്. മാതാപിതാക്കളുമായുള്ള വാക്തർക്കം കടുത്ത പ്രകോപനത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് മാതാവ് മനീഷ ബെൻ റാമിനെ ബലമായി പിടിച്ച് ആസിഡ് കുടിപ്പിക്കുകയും ഉള്ളിൽ ചെന്ന അസ്വസ്ഥനായ യുവാവിനെ പിതാവ് ബാബുഭായ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം മകൻ മദ്യലഹരിയിൽ ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ മാതാപിതാക്കൾ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. സ്വാഭാവിക മരണമെന്നോ ആത്മഹത്യ എന്നോ രീതിയിൽ കേസ് ഒതുക്കി തീർക്കാനും അന്വേഷണം വഴിതിരിച്ചു വിടാനും പിതാവ് തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുകയും ആദ്യഘട്ടത്തിൽ പോലീസും ഇത് ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. എന്നാൽ ഭർത്താവിന്റെ മരണത്തിലും മാതാപിതാക്കളുടെ പെരുമാറ്റത്തിലും കടുത്ത സംശയം തോന്നിയ റാമിന്റെ ഭാര്യ പോലീസിൽ രേഖാമൂലം പരാതി നൽകിയതോടെയാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത്. ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം ശാസ്ത്രീയമായ പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്ക് വിധേയമാക്കിയപ്പോൾ ആസിഡ് ഉള്ളിൽ ചെന്നതിനൊപ്പം കഴുത്ത് ഞെരിക്കപ്പെട്ടതിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തുകയും ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് തെളിയിക്കുകയുമായിരുന്നു. ശാസ്ത്രീയമായ തെളിവുകളുടെയും ഭാര്യയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് മാതാപിതാക്കളായ ബാബുഭായിയെയും മനീഷ ബെന്നിനെയും അറസ്റ്റ് ചെയ്യുകയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങളിലും കൊലപാതകത്തിന് പിന്നിൽ മറ്റ് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിലും പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്.